2008 സംഭവം നടക്കുന്നത്. ഏകദേശം 20,000 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിലെ ഏറ്റവും വലുതും മനോഹരവുമായ റിസർവ് വനമാണ് ക്രൂഗർ നാഷണൽ പാർക്ക്. സൗത്ത് ആഫ്രിക്കൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട്. വ്യത്യസ്ത ജീവവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് വന്യമൃഗങ്ങളും പക്ഷികളും നിറഞ്ഞ ഈ നാഷണൽ പാർക്ക് ടൂറിസ്റ്റുകൾക്കും ഫോട്ടോഗ്രാഫേഴ്സിനും സ്വർഗ്ഗതുല്യമാണ്. റേഞ്ചർമാരുടെ സഹായത്തോടെ അവയെല്ലാം അടുത്തു കാണാൻ ഒരുപാട് പേർ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ടൂറിസ്റ്റിനെയും കൊണ്ടെത്തിയതാണ് അവിടുത്തെ റേഞ്ചറായ നിക്കോൾ കോട്സെ. ക്രൂഗർ പാർക്കിലെ ഒലിഫന്റ് റിവർ ഗോർജ് എന്ന പ്രദേശത്തേക്കാണ് അവരെ അദ്ദേഹം കൊണ്ടുപോയത്. അതിനെ ക്രോക്കഡൈൽ ഗോർജ് എന്നും ജുറാസിക് ഗോർജും എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാരണം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മുതലകളായ നൈൽ ക്രോക്കഡൈൽസിന്റെ വിഹാര കേന്ദ്രമാണവിടെ. നദിയുടെ അടുത്തെത്തിയതും ഒരു വലിയ മുതല കരയ്ക്കു കയറി കിടക്കുന്നത് കോട്സെയുടെ കണ്ണിൽപ്പെട്ടു. കൂടെയുള്ള ടൂറിസ്റ്റുകളോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ട് കോട്സെ മുതലയുടെ അടുത്തേക്ക് നീങ്ങി. അടുത്തേക്കെത്തിയിട്ടും മുതലയിൽ യാതൊരു അനക്കവും കണ്ടില്ല. അഴുകി പുഴുവരിച്ച ഒരു ശവശരീരം മാത്രമായിരുന്നു അത്. വെൽക്കം ടു വേൾഡ് സ്റ്റോറീസ്. അസാമാന്യ വലുപ്പമുണ്ടായിരുന്നു ആ മുതലയ്ക്ക്. ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ട് ചത്ത ഒരു വയസ്സ മുതലയായിരിക്കും എന്ന് കരുതി കോട്സെ കൂടെയുള്ള ടൂറിസ്റ്റുകളെയും കൊണ്ട് മുന്നോട്ടു പോയി. കുറച്ചപ്പുറത്തേക്ക് എത്തിയതും മറ്റൊരു മുതലയുടെ ശവശരീരം അതേ അവസ്ഥയിൽ അവർ കണ്ടു. പിന്നീട് മൂന്നാമത്തെ മുതലയുടെ ജഡം കണ്ടെത്തിയതോടെ കാര്യമത്ര പന്തിയല്ലെന്ന് കോട്സെയ്ക്ക് ബോധ്യമായി. ഉടൻ തന്നെ അദ്ദേഹം അധികൃതരെ വിളിച്ചറിയിച്ചു. ക്രൂഗർ പാർക്കിലെ സയന്റിഫിക് സർവീസ് ഹെഡായ ഡാനി പൈനീർ അദ്ദേഹത്തിന്റെ ടീമുമായി ഉടൻ തന്നെ പുറപ്പെട്ടു. ലോകത്ത് പലയിടത്തും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നൈൽ ക്രോക്കഡൈൽസിന്റെ ആവാസ കേന്ദ്രമാണ് ക്രൂഗർ പാർക്കിലെ ഒലിഫന്റ് നദിയും അവിടുത്തെ മണൽത്തിട്ടകളും. ലാർജസ്റ്റ് ക്രോക്കഡൈൽ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഇൻ ദ വേൾഡ്. മനുഷ്യരെ പോലും അധിക തോതിൽ കടത്തിവിടാത്ത ഇവിടെയാണ് വലിപ്പത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമുള്ള മുതലകളായ നൈൽ ക്രോക്കഡൈൽസ് വിഹരിക്കുന്നത്. 1000ഓളം നൈൽ ക്രോക്കഡൈൽസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിടത്ത് ഇത്രയും വലിയ മുതലകളെ കൊന്നത് എന്തായിരിക്കും എന്നത് വലിയൊരു ആശങ്ക തീർത്തു. ക്രൂഗർ പാർക്കിൽ ഇതിനു മുൻപ് മൃഗങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് അതിനു 3 വർഷം മുൻപാണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ നദിയിൽ നിറഞ്ഞ് നദിക്കരയിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്ന സിംഹങ്ങളും ചീറ്റപ്പുലികളും സേബ്രയും വൈറ്റ് റൈനോയും അടങ്ങുന്ന 52ഓളം മൃഗങ്ങളുടെ ജീവനെടുത്തു. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു മുതല പോലുമില്ലായിരുന്നു. മനുഷ്യനു മുൻപ് ഡൈനോസോറുകളുടെ കാലത്തോളം പഴക്കമുള്ളൊരു വംശമാണ് മുതലകളുടേത്. 200 മില്യൺ വർഷങ്ങളോളം എല്ലാം അതിജീവിച്ചു വന്നൊരു വംശം. അത് കൂട്ടത്തോടെ ചാവണമെങ്കിൽ എന്തോ വലിയ പന്തികേടുണ്ട്. ഉടൻ തന്നെ അവയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. പുറമേക്ക് യാതൊരു മുറിവോ പൊട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവയെ പൊളിച്ചു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. അകത്താകെ ഓറഞ്ച് നിറത്തിൽ റബ്ബർ പോലെ കട്ടിയിൽ കൊഴുപ്പ് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വാലിലും വയറിലും അങ്ങനെ എല്ലാ ഭാഗത്തും ശരീരത്തിലെ ഒരവയവത്തിനു പോലും ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ചുറ്റും കൊഴുപ്പ് ഉറച്ചിരിക്കുന്നു. പൊതുവെ വളർത്തുപൂച്ചകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം അസുഖം, പാൻസ്റ്റിയറ്റൈറ്റിസ്. ഇത് വന്നാൽ ശരീരത്തിലെ കൊഴുപ്പെല്ലാം റബ്ബർ പോലെയാകും. അതോടെ അവയ്ക്ക് ശരീരം അനക്കാൻ പോലും കഴിയില്ല. നീന്താനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ വേദനിച്ചു മരിക്കും. പക്ഷേ ഇതെങ്ങനെ മുതലകളിൽ സംഭവിച്ചു? പ്രതിരോധ ശക്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ജീവികളാണ് മുതലകൾ. മരണകാരണം അറിഞ്ഞിട്ടും അതെങ്ങനെ എത്തി എന്ന ചോദ്യം അവരെ ആകെ കുഴച്ചു. അന്വേഷണത്തിൽ ക്രൂഗർ പാർക്കിൽ ഈ സംഭവം ആദ്യമാണെങ്കിലും അവിടുന്ന് 300 മൈൽ മുകളിൽ ലോസ്കോപ്പ് ഡാം പ്രദേശത്തുള്ള വൈൽഡ് ക്രോക്കഡൈൽസിൽ ഈ അസുഖം മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് കാരണമായത് അവിടുത്തെ ലോക്കൽ മൈനുകളിലെ മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുക്കിയത് വഴി അവിടെയുള്ള ഒരുപാട് മത്സ്യങ്ങൾ ചത്തുപൊന്തിയിരുന്നു. അവയെ തിന്ന മുതലകൾക്ക് പാൻസ്റ്റിയറ്റൈറ്റിസ് വന്ന് ലോസ്കോപ്പ് ഡാമിലെ എല്ലാ മുതലകളും ചത്തൊടുങ്ങിയിരുന്നു. കിട്ടിയ ക്ലൂ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം തിരച്ചിൽ ആരംഭിച്ചു. ചത്ത മീനുകളെ തിന്നാൽ മുതലകളിൽ പാൻസ്റ്റിയറ്റൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് ക്രൂഗർ പാർക്കിൽ മത്സ്യങ്ങൾ കൂട്ടമായി ചത്തുപൊന്തിയിരുന്നു എന്ന അന്വേഷണം തുടങ്ങി. എന്നാൽ അങ്ങനെയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. 2ാമത്തെ ഓപ്ഷൻ നദിയിലെ വെള്ളം മലിനമായിട്ടുണ്ടോ എന്ന് നോക്കലായിരുന്നു. ക്രൂഗർ പാർക്കിൽ എത്തും മുൻപ് ഒലിഫന്റ് നദി പല മൈനിങ് ഇൻഡസ്ട്രികളും അഗ്രികൾച്ചർ ഏരിയകളും പിന്നിട്ടിരുന്നു. അവിടെയെല്ലാം വെള്ളം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അടിഞ്ഞ് വെളുത്തു പതഞ്ഞ് വല്ലാത്ത മണമുള്ള വെള്ളമായി മാറിയിരുന്നു. നദിയെ സംരക്ഷിക്കാൻ കാര്യമായൊന്നും സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് ചെയ്തിരുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ടീം വേഗം നദിയിലെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നദിയിലെ വെള്ളം മലിനമായിരുന്നു.
അതിൽ 15,000-ഓളം ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടായിരുന്നു. എന്നാൽ ഓരോന്നും നോക്കിയപ്പോൾ അവയെല്ലാം അംഗീകരിക്കപ്പെടാവുന്ന ലിമിറ്റിലുള്ള അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ തിയറിയോ നടന്നില്ല. ഇതേ സമയം ക്രൂഗർ പാർക്കിലെ മുതലകളെ ദിവസവും മരണം വേട്ടയാടിക്കൊണ്ടിരുന്നു. നദിയിലെ വെള്ളം മലിനമാകാൻ തുടങ്ങിയിട്ട് 100ഓളം വർഷങ്ങളായി. പക്ഷേ മുതലകൾ ചാവാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും അവിടെ സംഭവിച്ചത്? ആ ചോദ്യമാണ് മെസാംഗിർ ഡാമിൽ കൊണ്ടെത്തിച്ചത്. തൊട്ടടുത്ത രാജ്യമായ മൊസാംബിക്കിലുള്ള മെസാംഗിർ ഡാമിൽ സ്ലൂസ് ഗേറ്റ് വെച്ചതോടെ നദിയിലെ വെള്ളം 65 അടിയോളം ഉയർന്നിരുന്നു. ഇതോടെ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. മണൽത്തിട്ടകൾ മുങ്ങിപ്പോയി. ഇതോടെ നദിയുടെ ഒഴുക്ക് കുറഞ്ഞു. മുതലകൾ വെയിൽ കാഞ്ഞിരുന്ന മണൽത്തിട്ടകളിലെല്ലാം ഒഴുക്കിൽ വന്ന പലതും നിറഞ്ഞ് ചളി നിറഞ്ഞ സ്ഥലങ്ങളായി. പക്ഷേ ഇതെങ്ങനെയൊരു കൂട്ടക്കുരുതിക്ക് വഴിവെച്ചെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. 50ഓളം മുതലകൾ ഇതിനകം ഇല്ലാതായി. ക്രൂഗർ പാർക്കിന്റെ നിലനിൽപ്പിനെ പോലും അത് ബാധിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അന്വേഷണ സംഘം ചത്ത മുതലകളെ മറ്റു മുതലകൾ തിന്നുന്ന കാഴ്ച കണ്ടു. ഇത് അസുഖം പെട്ടെന്ന് പടരുന്നതിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ അവർ അതിലേക്ക് തിരിഞ്ഞു. പാർക്ക് മുഴുവനും ഹെലികോപ്റ്ററിൽ കറങ്ങി ചത്ത മുതലകളെയെല്ലാം കണ്ടെത്തി കൂട്ടത്തോടെ ദഹിപ്പിച്ചു. 20,000 കോടി വർഷങ്ങൾ അതിജീവിച്ചൊരു വംശം മാസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നത് നേരിട്ട് കാണുകയായിരുന്നു അവർ. അസുഖം മൂർജിച്ച മുതലകളെയെല്ലാം ഉടൻ തന്നെ കൊന്നുകളഞ്ഞു. മറ്റുള്ളവരെ ടാഗ് ചെയ്ത് ട്രാൻസ്മിറ്ററുകൾ പിടിപ്പിച്ച് നിരീക്ഷിച്ചു. പതിയെ മരണനിരക്ക് കുറഞ്ഞു വന്നു. സെപ്റ്റംബർ ഒക്ടോബറോടെ 5 മാസത്തോളം നീണ്ടുനിന്ന ആ മരണക്കളി അവസാനിച്ചു. പക്ഷേ അതിനകം 170ഓളം മുതലകളെ ക്രൂഗർ പാർക്കിന് നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചെന്നിരിക്കെ അതിനു കൃത്യം 1 വർഷത്തിനു ശേഷം 2009 ശൈത്യം തുടങ്ങിയതോടെ വീണ്ടും മുതലകൾ ചാവാൻ തുടങ്ങി. ക്രൂഗർ പാർക്കിലെ മുതലകളെ രക്ഷിക്കാൻ ഒരു വഴിയും തെളിയാതിരിക്കെ മറ്റൊരു കൂട്ടമരണം കൂടി സംഭവിച്ചു. ഇത്തവണ ചത്തുപൊങ്ങിയത് മീനുകളായിരുന്നു. അതും ആഫ്രിക്കൻ ഷാർപ്പ് ടീത്ത് കാറ്റ്ഫിഷുകൾ, മുതലകളുടെ പ്രിയപ്പെട്ട ഭക്ഷണം. അവയെ പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കിയപ്പോൾ അതുവരെ അന്വേഷിച്ചുകൊണ്ട് നടന്ന ആ ക്ലൂ അവർക്ക് കിട്ടി. ആ മീനുകൾക്കെല്ലാം പാൻസ്റ്റേറ്റൈറ്റിസ് ബാധിച്ചിരുന്നു. ഇതോടെ അവയ്ക്ക് വേഗത്തിൽ നീന്താൻ സാധിക്കാതെ വരും. മുതലകൾക്ക് അവയെ എളുപ്പത്തിൽ വായിലാക്കാനും സാധിക്കും. ഇതിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷൻ എന്തെന്നാൽ മുതലകളിൽ പാൻസ്റ്റേറ്റൈറ്റിസ് ചത്ത മീനുകളെ തിന്നാൽ മാത്രമല്ല, ജീവനുള്ള അസുഖബാധിതരായ മീനുകളെ തിന്നാലും വരും എന്നായിരുന്നു. അപ്പോൾ ഈ മീനുകൾക്ക് എങ്ങനെ പാൻസ്റ്റേറ്റൈറ്റിസ് ബാധിച്ചു എന്നതായി അടുത്ത ചോദ്യം. കാറ്റ്ഫിഷുകൾ നദിയുടെ അടിത്തട്ടിൽ ജീവിക്കുന്നവരാണ്. അവിടെ അടിഞ്ഞുകൂടുന്ന ടോക്സിക് കമ്പോണൻസ് എല്ലാം ചേർന്ന ഒരു ടോക്സിക് സൂപ്പ് തന്നെ അവരുടെ വയറ്റിലേക്ക് പോകുന്നുണ്ടാകും. അതോടെ വീണ്ടും വിരൽ ചൂണ്ടുന്നത് മെസാംഗിർ ഡാമിലേക്കും ടോക്സിക് ക്ലേ ഡെപ്പോസിറ്റിലേക്കും മൈനുകളിലെ സീവേജ് വേസ്റ്റിലേക്കും തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മെസാംഗിർ ഡാമിൽ സ്ലൂസ് ഗേറ്റ്സ് വന്നതോടെ ഒലിഫൻ നദിയുടെ ജലനിരപ്പ് ഉയർന്നു. നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. ക്രൂഗർ പാർക്കിലെ മണൽത്തിട്ടകളെല്ലാം മുങ്ങി. നദിയുടെ ഒഴുക്ക് കുറഞ്ഞതോടെ അതിലേക്ക് ഒഴുകി വന്ന മാലിന്യങ്ങളെല്ലാം നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി. അതു കഴിച്ച് കാറ്റ്ഫിഷുകൾക്ക് പാൻസ്റ്റേറ്റൈറ്റിസ് പിടിപെട്ടു. അവയെ തിന്ന മുതലകളിൽ ഈ അവസ്ഥ പടർന്നു. വിന്റർ സീസൺ തുടങ്ങുന്നതോടെ കോൾഡ് ബ്ലഡഡായ മുതലകൾക്ക് ഒരുപാട് സമയം വെയിൽ കൊള്ളേണ്ടി വരും. എന്നാൽ അതിനുള്ള മണൽത്തിട്ടകളെല്ലാം മുങ്ങിപ്പോയിരിക്കുന്നു. സാധാരണഗതിയിൽ ശരീരത്തിലെ കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമുള്ള ചൂട് നൽകും. എന്നാൽ പാൻസ്റ്റേറ്റൈറ്റിസ് ബാധിച്ചു റബ്ബർ പോലെ ആയ കൊഴുപ്പ് കൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ടാണ് ശൈത്യകാലം തുടങ്ങുമ്പോൾ പാൻസ്റ്റേറ്റൈറ്റിസിനെ പ്രതിരോധിക്കാൻ കഴിയാതെ അവർ ചാവുന്നത്. മെസാംഗിർ ഡാം, സുഗിവേജ് വേസ്റ്റ്, പാൻസ്റ്റേറ്റൈറ്റിസ്, പിന്നെ കാലാവസ്ഥ വ്യതിയാനം, ഈ കോമ്പിനേഷനാണ് ക്രൂഗർ പാർക്കിലെ മുതലകളെ ഇല്ലാതാക്കിയത്. പിന്നീടുള്ള വർഷങ്ങളിലും ഇത് തുടർന്നു. ഇതിൽ ക്രൂഗർ പാർക്കിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനില്ലായിരുന്നു. ചെയ്യേണ്ടത് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് ആണ്. നദി സംരക്ഷണത്തിൽ നല്ല മാറ്റം വരുത്തിയില്ലെങ്കിൽ ക്രൂഗർ പാർക്കിലെ നൈൽ ക്രോക്കഡൈൽസ് മുഴുവനും ഇല്ലാതാകും. എന്നാൽ ഏതോ ഒരു നാഷണൽ പാർക്കിലെ കുറച്ച് മുതലകൾ ചത്തതിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു ടോപ്പ് പ്രെഡേറ്റർ ഇല്ലാതാകുന്നത് കണ്ടു നിൽക്കുമ്പോൾ അടുത്തതായി നിൽക്കുന്നത് അതെ, നമ്മൾ മനുഷ്യർ തന്നെ. ഒലിഫൻ നദി സൗത്ത് ആഫ്രിക്കയുടെ പല നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒഴുകി വരുന്നുണ്ട്. അവിടുള്ളവരുടെ ഇഷ്ടഭക്ഷണം ഈ മീനുകളാണ്. ഒരുപക്ഷെ മുതലകൾക്ക് വന്നതുപോലെ മനുഷ്യരിൽ പാൻസ്റ്റേറ്റൈറ്റിസ് വരില്ലായിരിക്കാം. എന്നാൽ കാലങ്ങളോളം ഈ മലിനമായ ജലവും മീനുകളുമെല്ലാം ഭക്ഷിക്കുമ്പോൾ അത് ഭാവിയിൽ വല്ല ക്യാൻസറോ ലിവർ കംപ്ലൈൻറ്റോ മറ്റസുഖങ്ങളോ ആയി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നദികളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. 20,000 കോടി വർഷങ്ങൾ അതിജീവിച്ച ജീവികൾ ഇല്ലാതാകുന്നു. ഇതൊരുപക്ഷെ നമുക്കുള്ളൊരു വേക്കപ്പ് കോൾ ആയിരിക്കും. സംരക്ഷിക്കാം നമുക്ക് നമ്മളിൽ നിന്ന് ഈ പ്രകൃതിയെ.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.